ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എയിംസ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8 ഹോസ്പിറ്റലുകളിലായി വന്നിരിക്കുന്ന വാക്കൻസികളാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നമുക്ക് ഫസ്റ്റ് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ലിസ്റ്റിലെ ഒന്നാമത്തെ വാക്കൻസി വന്നിരിക്കുന്നത് ആസ്റ്റർ ഫാർമസിയിൽ നിന്നാണ്. ഇൻ്റർവ്യൂ വഴിയാണ് സെലക്ട് ചെയ്യുന്നത്. 13 ആഗസ്റ്റ് 2025 സാറ്റർഡേ ആണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. താല്പര്യമുള്ളവർ 27-ാം തീയതിക്ക് മുമ്പായി ഇൻ്റർവ്യൂവിലേക്ക് രജിസ്റ്റർ ചെയ്യുക. അതിനായി താഴെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് അതിലേക്ക് അപ്ലൈ ചെയ്യുക. അടുത്ത വാക്കൻസി വന്നിരിക്കുന്നത് ആസ്റ്റർ മെഡിസിറ്റിയിൽ നിന്നാണ്. സീനിയർ ഫാർമസിസ്റ്റ് വാക്കൻസിയാണ് വന്നിരിക്കുന്നത്. ക്വാളിഫിക്കേഷനായി വരുന്നത് D.Pharm ഓർ B.Pharm, M.Pharm. എക്സ്പീരിയൻസ് 5 to 8 years ആണ് എക്സ്പീരിയൻസായി ചോദിക്കുന്നത്. താല്പര്യമുള്ളവർ നിങ്ങളുടെ CV shalu.joseph@asterhospital.in സെൻഡ് ചെയ്യുക. അടുത്തത് ആസ്റ്റർ വോളണ്ടിയേഴ്സിൽ നിന്ന് റേഡിയോഗ്രാഫർ പ്ലസ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് എന്നീ വാക്കൻസികളാണ് വന്നിരിക്കുന്നത്. ബാംഗ്ലൂർ ആൻഡ് വയനാട് ബേസ് ചെയ്തിട്ടുള്ള ആസ്റ്റർ വോളണ്ടിയേഴ്സിലാണ് ജോബിലി വാക്കൻസി വന്നിരിക്കുന്നത്. താല്പര്യമുള്ളവർ നിങ്ങളുടെ CV satyaja.jp@asterdmhealthcare.in അയക്കാവുന്നതാണ്. അടുത്ത വാക്കൻസി വന്നിരിക്കുന്നത് റേഡിയോഗ്രാഫർ, ഫാർമസിസ്റ്റ് എന്നീ വാക്കൻസികളാണ്. ഫീമെയിൽസിനാണ് വാക്കൻസി അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത്. അൽമിസ് മെഡിക്കൽ ഗ്രൂപ്പിലേക്കാണ് വാക്കൻസി വന്നിരിക്കുന്നത്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഫോൺ നമ്പറിലേക്ക് നിങ്ങളുടെ CV അയക്കാവുന്നതാണ്. മിനിമം 4 years ആണ് എക്സ്പീരിയൻസായി വരുന്നത്. ഒമാൻ ലൈസൻസ് ഹോൾഡ് ചെയ്തിട്ട് ഉള്ളവർക്കാണ് ഈ വാക്കൻസി അവൈലബിളായി വരുന്നത്. അടുത്ത വാക്കൻസി വന്നിരിക്കുന്നത് റീനായ് മെഡിസിറ്റിയിൽ നിന്നാണ്. എംബ്രിയോളജിസ്റ്റ് വാക്കൻസിയാണ് വന്നിരിക്കുന്നത്. MSc ക്ലിനിക്കൽ എംബ്രിയോളജിസ്റ്റ് വിത്ത് മിനിമം 2 years എക്സ്പീരിയൻസ് ആണ് ജോലിക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷനായി വരുന്നത്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന മെയിൽ ID നിങ്ങളുടെ CV അയക്കാവുന്നതാണ്. ഫോൺ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് ജോലിയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ്. വാക്കൻസി വന്നിരിക്കുന്നത് ദയ ജനറൽ ഹോസ്പിറ്റൽ തൃശ്ശൂരിൽ നിന്നാണ്. പാത്തോളജി ലാബ് ടെക്നീഷ്യൻ വാക്കൻസിയാണ് വന്നിരിക്കുന്നത്. ക്വാളിഫിക്കേഷനായി വരുന്നത് BSc MLT ഓർ DMLT. എക്സ്പീരിയൻസ് 1 year ആണ്. താല്പര്യമുള്ളവർ നിങ്ങളുടെ റെസ്യൂം HR.daya@generalhospital.com അയക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോൺ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് അന്വേഷിക്കാവുന്നതാണ്. അടുത്ത വാക്കൻസി വന്നിരിക്കുന്നത് കാലിക്കറ്റിൽ നിന്നാണ്. മൈക്രോ ഹെൽത്ത് ലബോറട്ടറിയിൽ നിന്നാണ് വാക്കൻസി വന്നിരിക്കുന്നത്. ലാബ് ടെക്നീഷ്യൻ വാക്കൻസിയാണ് വന്നിരിക്കുന്നത്. മിനിമം 2 years എക്സ്പീരിയൻസ് ആണ് വരുന്നത്. താല്പര്യമുള്ളവർ നിങ്ങളുടെ CV താഴെ കാണുന്ന ഇമെയിൽ ID HR.CLT@microhealthcare.com അയക്കാവുന്നതാണ്. ഫോൺ നമ്പറിലേക്ക് നിങ്ങളുടെ CV അയക്കാം. 9072842777 എന്നീ നമ്പറിലേക്ക് നിങ്ങളുടെ CV അയക്കാവുന്നതാണ്. നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ വാക്കൻസി വന്നിരിക്കുന്നത് അങ്കമാലിയിലെ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ നിന്നാണ്. ജൂനിയർ ഫാർമസിസ്റ്റ്, ഫാർമസിസ്റ്റ് ട്രെയിനി, ഫാർമസിസ്റ്റ് അസിസ്റ്റൻറ്റ് ട്രെയിനി എന്നീ വാക്കൻസികളാണ് വന്നിരിക്കുന്നത്. ജൂനിയർ ഫാർമസിസ്റ്റിന് ക്വാളിഫിക്കേഷനായി വരുന്നത് B.Pharm ഓർ D.Pharm ഓർ 1 year എക്സ്പീരിയൻസ് ആണ് ആവശ്യമായി വരുന്നത്. ഫാർമസിസ്റ്റ് ട്രെയിനി വാക്കൻസിയിൽ ക്വാളിഫിക്കേഷനായി വരുന്നത് D.Pharm ഓർ B.Pharm ആണ്. ഫ്രഷേഴ്സിനാണ് പ്രിഫർ ചെയ്തിരിക്കുന്നത്. ഫാർമസി അസിസ്റ്റൻറ്റ് ട്രെയിനി വാക്കൻസിയിലേക്ക് ക്വാളിഫിക്കേഷനായി വരുന്നത് ഡിപ്ലോമ ഇൻ ഫാർമസി അസിസ്റ്റൻറ്റ്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാനായി താഴെ കാണുന്ന www.lfhospital.org/careers എന്ന വെബ്സൈറ്റിലേക്ക് വിസിറ്റ് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുക്കുക. ഇതുപോലുള്ള ഹോസ്പിറ്റൽ ജോബ് റിലേറ്റഡ് വീഡിയോസിനായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.